നമസ്കാരം. ഇന്ന് മീഡിയ മലയാളത്തിലേക്ക് നമുക്കൊരു പുതിയ അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ചെങ്ങന്നൂരിൽ താമസിക്കുന്ന EV റെജി. റെജി ചേട്ടാ, സ്വാഗതം മീഡിയ മലയാളത്തിലേക്ക്. അങ്ങയുടെ തന്നെ ഒരു വിഷയം ആണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുല്ലപ്പെരിയാറാണ് വിഷയം. ഈ മുല്ലപ്പെരിയാർ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരള ഭരണകൂടം അത് തമിഴ്നാട്ടിന് തീരെഴുതിയോ, അതിനെ കൈമാറിയോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? തമിഴ്നാടിന് തീരെഴുതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ സാധ്യതയില്ല. കാരണം ഇത് ഇങ്ങനെ ലൈവായിട്ട് നിലനിർത്തുക എന്നുള്ളത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. അത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തീരെഴുതി കൊടുക്കുകയൊന്നുമില്ല. കാരണം ഒന്നാമത് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഒരു സ്റ്റേറ്റിന് അതിനകത്ത് ഒന്നും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയത്തില്ല. അപ്പം ഇതിനെ ഇങ്ങനെ നിലനിർത്തി ഇതൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആക്കി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഞാനിത് ചോദിക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസം തമിഴ്നാട് മന്ത്രി, ഗ്രാമവികസന തദ്ദേശ മന്ത്രി പെരിയസ്വാമി തേനി ജില്ലയിൽ വെച്ചൊരു പരിപാടിക്കിടയിൽ അദ്ദേഹം പറഞ്ഞു, ഈ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തി നിർത്തുക, ഇതിൽ തുടരുക എന്നുള്ളത് തമിഴ്നാടിൻ്റെ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാകും. അക്കാര്യം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് വൈക്കത്ത് വെച്ച് സംസാരിച്ച് ഒരു തീരുമാനമുണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിപ്പോൾ വലിയ വാർത്തയായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തമിഴ്നാട് അറിയാമല്ലോ, തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഈ 152 അടി ജലനിരപ്പ് നിലനിർത്തുമെന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ 4 ജില്ലകളെ ആശങ്കപ്പെടുത്തും. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും അത് വലിയ തരത്തിലുള്ള ആശങ്കയാണ്. ഈ ഡാം ഒന്നാമത് ഏതൊരു കാര്യവും തുടങ്ങിയാൽ അതിന് നിശ്ചയമായും ഒരു അവസാനമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഇതൊരു സാങ്കേതികവും ശാസ്ത്രീയവുമായി നിർമ്മിക്കപ്പെട്ട ഒരു സംഗതിയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കാലത്തെ സംബന്ധിച്ചുള്ള നിർണയം ഉണ്ട്. അതായത് അതിനൊരു ആയുസ്സുണ്ട്. അപ്പോൾ ആ നിർണയ കാലാവധി അല്ലെങ്കിൽ അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴും അതിനെ ഇങ്ങനെ നിലനിർത്തുന്നു എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു അശാസ്ത്രീയത ഉണ്ട്. അപ്പം ഇത് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഇപ്പം ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ നമുക്കറിയാം. കേരളത്തിലുണ്ടായിട്ടുള്ള സമീപകാലത്ത് തന്നെ വയനാടടക്കമുള്ള പ്രദേശങ്ങളുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ ദുരന്തങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഒരു പാഠമായി ഈ നമ്മുടെ ഭരണകൂടങ്ങൾ കണക്കാക്കാറേയില്ല. ഇപ്പം ദുരിതം അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളും അതൊക്കെ ഇപ്പോഴും അവരൊക്കെ ആ ദുരിതത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. കാരണം അവർക്ക് അർഹമായി കിട്ടേണ്ടത് പോലും കിട്ടാതെ പോകുന്നു. അപ്പം മുല്ലപ്പെരിയാർ പോലുള്ള ഒരു പ്രദേശത്ത് ഈ പറഞ്ഞ പോലെ കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പം ചക്രവാത ചുഴി, ന്യൂനമർദ്ദം എന്നൊക്കെ പറയുന്നത് ഒരു 365 ദിവസം ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു കാര്യമാണ്. മഴ വളരെ കൂടിയിരിക്കും. അതെ, ഈ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഒരു സാധാരണ ഒരു പ്രയോഗമായിട്ട് തന്നെ മാറിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ അതിവൃഷ്ടി ഉണ്ടാകുന്ന ഇത്തരം ദുർബലമായിട്ടുള്ള മലയോര പ്രദേശങ്ങളിൽ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇതേപോലുള്ള ഡാമുകളും ഒക്കെ പ്രശ്നത്തിലാവും. അപ്പോൾ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ 4 ജില്ലകളെ അത് വളരെ ക്രൂരമായി അത് ഒരു ജലബോംബ് എന്നുള്ള നിലയ്ക്ക് തന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഇപ്പം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ദുരന്തം പോലെ ആയിരിക്കത്തില്ല. അപ്പോൾ കേരളത്തിൽ പലപ്പോഴും ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനം ആ മേഖലയിലുണ്ടാകും. അത് കേരളത്തിൻ്റെ ഒരു പൊതുസ്വഭാവം. വെള്ളപ്പൊക്കം, ദുരന്തം ഒഴിവാക്കാൻ ഒരു ശ്രമവും നടത്തില്ല. ദുരന്തം ഒഴിവാക്കാനായിട്ട് ദീർഘവീക്ഷണത്തോടുകൂടി അതിനകത്ത് ഇടപെടുന്ന ഒരു കാഴ്ചപ്പാടൊന്നും നമ്മുടെ ഭരണകൂടങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാവാറില്ല. ഇതെന്തുകൊണ്ടാണ്? ഇത് വെറും രാഷ്ട്രീയമാണോ അതോ അതിന് മറ്റു വലിയ താല്പര്യങ്ങളും ഉണ്ടോ? തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാവും. കാരണം തമിഴ്നാടിൻ്റെ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെട്ടെങ്കിൽ മാത്രമേ കേരളത്തിനും എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലേക്ക് കേരളത്തിൻ്റെ കർപ്പൂരം വരെ എല്ലാം വരുന്നത് കേരളത്തിൻ്റെ കാർഷിക മേഖല ആ തരത്തിലേക്ക് തകർന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഇതിനൊരു ബദലായിട്ടുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാവുന്ന ഒരു അഭിപ്രായം കേരളത്തിന് പറയാമായിരുന്നു. കേരളം കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തമായിരുന്നെങ്കിൽ.
അത്തരം ഒരു പിന്നെ കാർഷിക കാഴ്ചപ്പാട് നമ്മുടെ ഭരണകൂടത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവരെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല ബോധ്യം അവർക്കുണ്ട്. മനസ്സിലായി. അതായത് നമ്മുടെ ദൗർബല്യം തമിഴ്നാട് ചൂഷണം ചെയ്യും. ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ കൃഷി നടന്നേ മതിയാവും. അപ്പോൾ വെള്ളം കൊടുത്തേ പറ്റൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനം നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. പകരം നമ്മൾ നമ്മുടെ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനുള്ള ഉറപ്പുകൾ പാലിച്ചുകൊണ്ട് തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കുക. എന്താണ് അതിലേക്കുള്ള പോംവഴി? എന്താണ് ഒറ്റ വാക്കി പറഞ്ഞാൽ? പോംവഴി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിലവിലുള്ള ഡാമിന് ഏതെങ്കിലും വിധത്തിലുള്ള ഈ പാച്ച് വർക്കുകൾ ചെയ്യുക, ഇപ്പോൾ തന്നെ ഇവിടെ പെയിന്റ് അടിക്കുക എന്നൊക്കെ പറയുന്നതുള്ള വളരെ എന്താണ് വളരെ അറ്റകുറ്റപ്പണി, റോഡിലൊക്കെ അറ്റകുറ്റപ്പണി ചെയ്യുന്നു എന്ന് പറയുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നുമല്ല. അത് ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനപ്പുറത്ത് ഒരു ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡാം പണിയുക എന്നുള്ളത് തന്നെ അതിന് ശാശ്വതമായ പരിഹാരം. നമ്മുടെ ഈ ശ്രീധരനെ പോലെയുള്ള ടെക്നോക്രാറ്റുകൾ, ശ്രീധരൻ സാറ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഡാം നമുക്ക് അറ്റകുറ്റപ്പണി നടത്തി ബലപ്പെടുത്തി എടുക്കാം, അതുപോലെ ഈ ഡാമിനകത്തുള്ള ചെളിയും മണലും അടിഞ്ഞുകൂടിയിട്ടുണ്ട്, ഇതൊക്കെ എടുത്ത് മാറ്റാം എന്നൊക്കെ അദ്ദേഹത്തെ പോലുള്ളവർ പറയുന്നത് അത് നമുക്ക് തള്ളിക്കളയാവുന്നതാണോ? അതൊരു കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്കതൊരു പരിഹാരമാർഗമല്ലേ? അല്ല, ഇനിയുള്ള കാലത്ത് ഈ പറഞ്ഞ ഈ കാലാവസ്ഥാ വ്യതിയാനം വലിയ തരത്തിലുള്ള ഒരു ഭീഷണിയായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് എന്ന് പറഞ്ഞൊരു പരിഹാരം ഇനി ഇപ്പം ലോകത്തിൽ ഒരു തരത്തിലുള്ള ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിലും പാടില്ല. കാരണം അത് വലിയ തരത്തിലുള്ള പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ശ്രീധരൻ സാറിനെ പോലുള്ള ആൾക്കാർ പറയുന്ന ഈ പിന്നെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മണൽ നീക്കം ചെയ്യുക എന്നുള്ളത് വളരെ പ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തരത്തിൽ നമുക്ക് റവന്യൂവും കൂടി വരുമാനവും കൂടി അതെ മറ്റു നിർമ്മാണ മേഖലകളിലേക്ക് ആ മണൽ എത്തിക്കാൻ പറ്റും. അത് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കും, ഇതിൻ്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും. ഇത് വാസ്തവത്തിൽ ഈ ഡാമിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഡാമുകളിലും ഈ പ്രശ്നമുണ്ട്. ഈ മണൽ മാറ്റാവുന്നതാണ്. അപ്പോൾ ശ്രീധരൻ സാറ് പറഞ്ഞ ആ പോംവഴി അവിടെ നിൽക്കുന്നു. അങ്ങ് പറഞ്ഞു ഈ താൽക്കാലികമായിട്ട് ഇത്തരത്തിലുള്ള ചില എന്താ പറയേണ്ട ഈ അറ്റകുറ്റപ്പണി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഡാമിനെ ബലപ്പെടുത്തിക്കൊണ്ട് അപ്പുറത്തൊരു എത്രയും പെട്ടെന്നൊരു പുതിയ ഡാം നിർമ്മിക്കുക മാത്രമാണ് ശാശ്വതമായ പരിഹാരം എന്നങ്ങ് പറഞ്ഞു. ഇത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതിന് പ്രത്യേക ബെഞ്ചൊക്കെ രൂപീകരിച്ച് കേസ് നടക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഏതാണ്ട് ആ രീതിയിൽ അനുകൂലിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ തമിഴ്നാട് ഇതിനെങ്ങനെ ഈ ഒരു കാര്യത്തെ തമിഴ്നാട് എത്ര ഗൗരവത്തോടെ അല്ലെങ്കിൽ എത്ര താല്പര്യത്തോടെ സമീപിക്കും? ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയമാണ്. വളരെ നേരെ ചൊവ്വ അങ്ങ് ചോദിക്കുകയാണ്. തമിഴ്നാട് അതിന് തയ്യാറാകുമോ? അല്ല, തമിഴ്നാട് ആയാലും കേരളമായാലും ഇതിൻ്റെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലെയും പിന്നെ ജനങ്ങളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സുരക്ഷയും അവരുടെ കാർഷിക മേഖലയും എന്നുള്ളത് തന്നെ അജണ്ട അത് തന്നെയായിരിക്കണം. അത്തരം ഒരു പക്ഷെ അതിന് തമിഴ്നാട് രാഷ്ട്രീയം വഴങ്ങുമോ? അതാണ് എൻ്റെ ചോദ്യം. തമിഴ്നാട് രാഷ്ട്രീയം അതിന് വഴങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയാണ്. എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, ഈ തമിഴ്നാട് മന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അതാണ് ഞാൻ ചോദ്യത്തിൽ ആദ്യമേ പറഞ്ഞത്, കേരളം ഇത് തീരെഴുതിയോ എന്ന് ചോദിക്കാൻ കാര്യം അതായിരുന്നു. എന്തായാലും ഇരിക്കട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിന് സുരക്ഷയും തമിഴ്നാട്ടിന് വെള്ളവും ആ അജണ്ട വെച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ട് ശ്രീധരൻ സാറ് പറയുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഡാം ബലപ്പെടുത്തുകയും ഇപ്പുറത്ത് പുതിയ ഡാം നിർമ്മിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പുതിയ ഡാം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ പഴയ ഡാമിനെ എന്ത് ചെയ്യും? അതവിടെ നിലനിർത്തുമോ അതോ പൊളിച്ചു കളയുമോ? പൊളിച്ചു കളയേണ്ട കാര്യമില്ല. കാരണം അതൊരു വലിയൊരു സംഭവമാണല്ലോ. അതിനെ അങ്ങനെ ഒരു സംരക്ഷിതമായ ഒരു വലിയ കാഴ്ചവസ്തുവാണ്. അപ്പോൾ അടുത്ത തലമുറകൾക്കും വരും തലമുറകൾക്കും ഒക്കെ കാണാവുന്ന ഒരു വലിയ ഒരു പുരാവസ്തു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതിനെ സംരക്ഷിക്കുന്ന ഒരു നല്ല കാര്യം. വിനോദസഞ്ചാരത്തിനുള്ള അത്തരം മേഖലയ്ക്കുള്ള ആ മേഖലകളിൽ തന്നെ അത്തരം സാധ്യതകളാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കാര്യം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പിന്നെ ഈ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട് ഈ പറഞ്ഞ പോലെ ടണലുകൾ കൂടുതൽ ടണലുകൾ നിർമ്മിക്കുകയും അങ്ങനെ വെള്ളം കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ അതിവൃഷ്ടി താൽക്കാലികമായിട്ട് ഉയർന്നിരിക്കുന്ന ഭീഷണി നമുക്ക് കുറച്ചുകൂടെ ഒരു പെട്ടെന്നൊരു ദുരന്തം ഉണ്ടായാൽ തന്നെയും നമുക്ക് അതിൻ്റെ ഈ സമ്മർദ്ദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൾനാശമൊക്കെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അല്ലേ? വെള്ളം കൂടുതൽ മറ്റു ഭാഗങ്ങളിലേക്ക് തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും.
അപ്പോൾ എന്തായാലും ഈ മുല്ലപ്പെരിയാർ ഒരു വിഷയം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച്. തമിഴ്നാട്ടിന് വെള്ളം കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ അതിനുവേണ്ടി കേരളം വലിയൊരു ഒരു എന്താ പറയുക, ഒരു ബോംബ് തലയ്ക്ക് മേളിൽ ചുമന്ന് നടക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത് നമ്മുടെ ഈ ഭരണകൂടങ്ങളുടെ എല്ലാം ഒരു നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം ഇതിനകത്തുണ്ട്. അത് അപ്പോൾ എത്രയും വേഗത്തിൽ നമ്മുടെ ഭരണകൂടങ്ങൾ അത്തരം രാഷ്ട്രീയം മാറ്റിവെച്ച് ജനങ്ങളുടെ സുരക്ഷയെ കരുതി, തമിഴ്നാടിന്റെ അഭിവൃദ്ധിയെ കരുതി, അത് മുൻനിർത്തിക്കൊണ്ട് ഈ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കി മുന്നോട്ട് പോകട്ടെ. രാഷ്ട്രീയം രണ്ടാമത്, സമവായമാണ് ആവശ്യം. എന്തായാലും മുല്ലപ്പെരിയാർ നമ്മുടെ ഉറക്കം കളയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇനിയും അതിങ്ങനെ തുടർന്നു കൊണ്ട് പോകരുതേ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ. തീർച്ചയായിട്ടും.